ആസ്റ്റി മീഡിയ കമ്പനിയുടെ എല്ലാ പ്രേക്ഷകർക്കും നവവത്സരാശംസകൾ നേരുകയാണ്. ഇപ്പോൾ നിൽക്കുന്നത് കനകക്കുന്നിലാണ്. തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ നവവത്സര ആശംസകൾ ആഘോഷങ്ങളും നടക്കുന്നത് ഈ കനകക്കുന്ന് കൊട്ടാരത്തിലാണ്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹാപ്പി ന്യൂ ഇയർ. തിരുവനന്തപുരത്തിന്റെ ന്യൂ ഇയർ ആഘോഷം കനകക്കുന്നിന്റെ കവാടത്തിൽ തുടങ്ങിയാണ്. ഇതിന്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ആ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. 2024 കഴിഞ്ഞ് 2025 നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തിന്റെ ആഘോഷ പരിപാടിയാണ് കനകക്കുന്ന് നടക്കുന്നത്. 2020 വരാൻ പോകുന്ന 2025 എങ്ങനെയിരിക്കും? എല്ലാം നല്ലതായിട്ട് തന്നെ, കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കും. എന്ത് ഈ 2000 ഇപ്പോൾ എല്ലാവരും ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുമല്ലോ. 2025 പുതിയ വർഷത്തിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ മനസ്സിലുണ്ടോ? 2025 എന്തൊക്കെ നടത്തണം? തീരുമാനം എടുത്ത് അപ്പോൾ തന്നെ കളയാണ് ചെയ്യുന്നത്, കളയൂല, അപ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ 2025 വരാൻ പോകുന്ന 2025 ഒരുപാട് പ്രതീക്ഷകളുള്ള വർഷമാണ്. അതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് വിശ്വാസം. ചെയ്യും. പ്രതീക്ഷയുള്ള വർഷമല്ലേ? കാരണം കഴിഞ്ഞ വർഷത്തില് അതിനു മുമ്പുള്ള പാൻഡമിക് ഒക്കെ അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ലോകം ഒത്തിരി മാറിയില്ലേ? കുറച്ചുകൂടെയൊക്കെ പുരോഗതിയിലേക്ക് വന്നു. ഈ വർഷം എല്ലാ രംഗത്തും കുറച്ചുകൂടെയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടുത്ത വർഷം ഇതിലും കൂടുതൽ എക്സ്പെക്ടേഷൻസ് ആണ് എല്ലാവർക്കും ഉള്ളത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും അതിലൊരു ആകാംക്ഷയിലാണ്. നെക്സ്റ്റ് ഇയറിൽ എന്തായാലും എല്ലാവർക്കും നല്ലതായിട്ട് വരുമെന്നാണ് പ്രതീക്ഷ. ഫാമിലിയായിട്ടാണോ? ഫാമിലിയായിട്ടാണ്. എങ്ങനെയാണ് വരാൻ പോകുന്ന പുതുവത്സരം നോക്കി കാണുന്നത്? നന്നായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്, അതുപോലെ ഞങ്ങൾക്കും ഉണ്ട് അല്ലെ? 2024 എങ്ങനെയായിരുന്നു? നന്നായിരുന്നു. നല്ലായിരുന്നു അല്ലേ? ഇപ്പോൾ 2025 എന്തെങ്കിലും നമുക്കിപ്പോ തുടങ്ങുമല്ലോ, നമ്മൾ തുടങ്ങാൻ പോകുന്ന വർഷത്തിൽ എന്തൊക്കെ നടത്തണം, അങ്ങനെ ചില പ്ലാനിങ്ങുകൾ ഓരോരുത്തർ നടത്തുമല്ലോ. അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് റിട്ടയർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വലിയ പ്ലാനിങ്ങിനൊന്നും ഇനി ഹോപ്പില്ല. അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയൊന്നും അല്ല ഉള്ളത്. അതേപോലെ അങ്ങോട്ട് പോവുക, തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം, അതാണ് പ്രതീക്ഷിക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടുപേർക്കും ഓക്കെ, താങ്ക് യു. നിലവിലെ സാഹചര്യത്തിൽ 2025-24 വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ എന്താണ് വലിയ 2025 എങ്ങനെയാ നോക്കിക്കാണുന്നത്? നോക്കിക്കാണുന്നത് നമ്മൾ വളരെ പ്രത്യേകതയോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. പക്ഷെ നമ്മൾ എനിക്കിപ്പോ 53 വയസ്സായി. അപ്പോൾ നമുക്ക് എന്താണ് പ്രായമായ കാലം മുതൽ നമ്മൾ ഓരോ വർഷവും പ്രത്യാശയോടെ കാണുന്നെങ്കിലും നമ്മൾ പ്രത്യാശ ഒരിക്കലും പൂർത്തീകരിച്ചിട്ടില്ല ഇന്ന് വരെ. അപ്പൊ ഇനി ഈ 25 പൂർത്തീകരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നു. കുടുംബം കഴിഞ്ഞു പോയ 2024 എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വയനാടിന്റെ പൊതുവെ ഭയങ്കര പ്രശ്നമായിരുന്നു. 2025 അങ്ങനെ ആകണം, ആപത്തുകളൊന്നും വരാതിരിക്കണം, 2025 വരാതിരിക്കണം. 2025 എന്തെങ്കിലും നമ്മളിപ്പോ ഓരോ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമല്ലോ. ഇന്ന കാര്യങ്ങൾ നമുക്ക് 2020 ചെയ്യണം ആ വർഷം. അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ഉണ്ട്. ബോഡി വെയിറ്റ് കുറയ്ക്കണം. പൊതുവായിട്ടല്ലേ? പൊതുവെ അല്ലെ, ആരോഗ്യപരമായിട്ട് നന്നായിട്ടിരിക്കുക എന്ന് പറഞ്ഞ മോടെ കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞു. അതാണ് ആദ്യത്തെ ആഗ്രഹം. ശരി. അപ്പൊ 2025 എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓക്കെ, ഫിറ്റ്നസ് ആയിട്ട് ഉള്ള ഒരു ജീവിതമായിരിക്കണം അടുത്ത ഒരു വർഷം. പോയ വർഷം 2024 വലിയ കുഴപ്പമൊന്നുമായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല, എങ്കിലും എന്നാലും ഇടയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. 2024 കണ്ണീരോടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് സന്തോഷത്തോടുള്ള ജീവിതം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം, ആകാശ പൊന്നാനിഴകളിലാഴത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാനിഴകളിലാഴത്തിൽ തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാനിടാം. സെൽഫി പോയിന്റിൽ ഒരുപാട് പേര് സെൽഫി എടുക്കാനൊക്കെ വന്നിരിക്കുകയാണ്. നമസ്കാരം. എവിടെയാ വരുന്നേ? വർക്കല. ഈ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വന്നതല്ലേ എല്ലാരും അല്ലെ? ഈ വരാൻ പോകുന്ന 2025 എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ലൊരു പുതുവത്സരം ആഗ്രഹിക്കണം. ഒരു പുതുവത്സര ആഘോഷങ്ങളാണ് കനകക്കുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. എല്ലാവർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും
ഐശ്വര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പുതുവത്സര ആശംസകൾ ആഷ്ടി മീഡിയ കമ്പനിക്ക് വേണ്ടി നേരുന്നു. നന്ദി.